മാഷേ, പ്രതിഭ MLA BJP-യിലേക്ക് വരുമോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ കൊഴുക്കുകയാണ്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ പ്രതിഭയ്ക്കൊപ്പം നിൽക്കുന്നു. ഗോപാലകൃഷ്ണൻ പ്രതിഭയ്ക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നു. പ്രതിഭ CPM-ൽ പലർക്കും വെറുക്കപ്പെട്ടവളാണ്. എങ്ങനെയും പ്രതിഭ പൊക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നവരാണ് CPM-നുള്ളവരെല്ലാം. കാരണം പ്രതിഭയുടെ മകനൊരു പ്രശ്നം വന്നപ്പോൾ ഒരാൾ പോലും ക്യാപ്സ്യൂളുകൾ ഇറക്കി രംഗത്ത് വന്നത് നമ്മൾ കണ്ടില്ല. അപ്പോൾ പാർട്ടിയിൽ പ്രതിഭ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ്. ആ ഒറ്റപ്പെട്ടവർക്കൊക്കെ എപ്പോഴും കരുതലും കൈത്താങ്ങുമാകുന്നത് BJP-യാണ്. ഇവിടെയും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കുറേ നാളുകളായിട്ട് കായംകുളത്ത് പ്രശ്നങ്ങളുണ്ട് CPM-ൽ. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം കുറേ ഏറെ പേർ BJP-യിലേക്ക് പോയി എന്നതും അവരെയൊക്കെ BJP സ്വീകരിച്ചതിൻ്റെ വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ വ്യാപകമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ. അതായത് കൂട്ടമായിട്ട് പോവുക, വേറെ സ്ഥലത്ത് ചേക്കേറുക, അതിനുള്ള സാധ്യതകൾ വളർന്ന സമയത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും. ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് ആളുകൾ വന്നാലും അവർ ശേഖരിക്കാനായിട്ട് കൊട്ട വെച്ച് കാത്തിരിക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അത് വളർത്താനുള്ള മാർഗം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ആൾ ഇന്ത്യ തലത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ BJP-യിൽ വളരെയധികം കോൺഗ്രസ്സുകാർ കുന്നുകൂടിയിരിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? കോൺഗ്രസ്സിൽ നിന്ന് വന്ന ആളുകളാണ് ഇപ്പോൾ പല BJP-യുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും എന്ന് പറയും. അപ്പോൾ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രാഷ്ട്രീയ അധികാരം സ്വാംശീകരിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളിൽ അവർ പഠിച്ചൊരു പാഠം ഇതാണ്: മറ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ച് നല്ല രാഷ്ട്രീയ പരിചയമുള്ള ആളുകളെ തങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പാകപ്പെടുത്തിയെടുത്താൽ ഭാവിയിൽ അവർ നല്ല BJP നേതാക്കന്മാരായി മാറത്തിരുന്നു. പ്രതിഭ MLA-ക്ക് അത്തരത്തിലുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം CPM-നെതിരായി നല്ല വിമത പ്രവർത്തനമൊക്കെ അവർ പല ഘട്ടത്തിലും നടത്തിയിട്ടുള്ളതാണ്. അവർക്കിഷ്ടമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത ഒരാളാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അൻവർ എന്ന് പറയുന്ന വിമതൻ, അൻവർ പുറത്തു പോയിട്ടില്ല, വിമതനായിട്ട് അകത്ത് നിന്ന് P. ശശിക്കെതിരെ എന്നുവെച്ചാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ശക്തമായിട്ട് അൻവർ ചില പ്രസ്താവനകളൊക്കെ നടത്തിയപ്പോൾ പ്രതിഭ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അനുകൂലിച്ച് അത് പിന്നീട് വിവാദമായപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ അയാൾക്ക് അനുകൂലമായിട്ട് എടുത്തതല്ല, അങ്ങനത്തെ നിലപാട് എൻ്റേത്. പകരം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം അതിലുള്ള സത്യസന്ധത ഒക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനെ അനുകൂലിച്ചാണെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഓങ്ങാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് BJP വളരെ ശ്രദ്ധിച്ച് അവരെ ഹാൻഡിൽ ചെയ്യാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പത്മജ വേണുഗോപാലിനെ പോലുള്ള ആളുകളെ, അനിൽ ആൻ്റണി പോലുള്ള ആളുകളെയൊക്കെ BJP-യുടെ കൂടാരത്തിൽ കയറ്റി പരിചയമുള്ള ആളുകളാണ് കേരളത്തിലെ BJP-യുടെ ഇത്തരം സ്ട്രാറ്റജിക് പൊസിഷനിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അവർക്ക് വളരെ എളുപ്പമാണ് ഇവിടെ ഇപ്പോൾ ഓപ്പറേഷൻ നടത്താൻ. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനും അതേപോലെ തന്നെ ഗോപാലകൃഷ്ണനും പ്രതിഭയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിട്ട് മുന്നിട്ട് വന്നിരിക്കുന്നു. അതായത് ധൈര്യമായിട്ട് നിന്നോ, അടിച്ച് വീഴുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിടിച്ചോളാം എന്ന നിലക്ക് അവർ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രതിഭയ്ക്ക് കുറേ കൂടി ശക്തിയുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോയാൽ താൻ ഒറ്റപ്പെട്ടു പോവുകയോ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യാൻ പോകുന്നില്ല. പകരം തനിക്ക് ഇതിനേക്കാൾ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നവർ കരുതുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കരുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില ശക്തിയാണ്, ഊർജ്ജമാണ് CPM-നകത്ത് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള നേതാക്കളെ നയിച്ചിരുന്നത്, അണികളെ നയിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ആ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് മടി കാണിച്ചിരുന്ന ആളുകളാണ്. ഇന്ന് പക്ഷേ അത് മാറി. CPM-ന് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയമല്ലാത്തൊരു പ്രവർത്തനമായിട്ട് മാറി. അധികാര കേന്ദ്രീകൃതവും അതേപോലെ തന്നെ ജാതി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ അവരുടെ പല സഹാക്കളും മുഴുകി അതൊരു പ്രത്യേക തരത്തിലുള്ള സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടും ഏത് സമയത്തും ഏത് രീതിയിലേക്കും പോകാനായിട്ടുള്ള സാധ്യതകളാണ്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അതുവരെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളുകൾ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയപ്പോൾ അയാൾ പിറ്റേ ദിവസം പോയിട്ട് BJP ചേർന്നു. അങ്ങനെ മുമ്പ് CPM-നകത്ത് സംഭവിച്ചിരുന്നതല്ല, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരുന്നതല്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാറിയിരിക്കുന്നു. സരിൻ കോൺഗ്രസ്സിൽ നിന്ന് CPM-ൽ വരുന്നു, അതേപോലെ തന്നെ വാര്യർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ BJP-യിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോകുന്നു. അപ്പോൾ ആർക്കും എങ്ങോട്ടും പോകാം. കുറച്ച് ദിവസത്തൊക്കെ ചർച്ചയൊക്കെ ഉണ്ടാവും.
അത് കഴിഞ്ഞാൽ അവർ സ്ഥിരപ്രതിഷ്ഠ നേടി ആ പാർട്ടിക്കകത്ത്, ആ പാർട്ടിയുടെ നേതാവായിട്ട് അറിയും. 1 കൊല്ലോ അല്ലെങ്കിൽ 2 കൊല്ലോ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ വാര്യരെയും അതേപോലെ തന്നെ സരീനെയൊക്കെയും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ വാര്യരെ കോൺഗ്രസ്സുകാരനായിട്ട് സംസാരിക്കും, സരിനെ CPM കാരനായിട്ട് സംസാരിക്കും. അങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. ആളുകളിങ്ങനെ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന ഒരു വിഗ്രഹപ്രതിഷ്ഠയുടെ പ്രക്രിയയാണ് ശരിക്കും ഇതിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ കുറച്ചാളുള്ള പ്രശ്നങ്ങളുണ്ടാകും, പിന്നെ അതൊക്കെ മാറിപ്പോകുന്നു. പക്ഷേ ഈ പിന്നെ പത്മജ വേണുഗോപാലിനെ പോലെ അനിൽ ആൻ്റണി പോലെ അല്ല പ്രതിഭ ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയെ തെറ്റുകൾ തിരുത്താൻ വളരെ ശക്തമായി പോരാടുന്ന ഒരു വനിതാ നേതാവാണ്. കായംകുളത്ത് പലപ്പോഴും പിന്നെ പാർട്ടി എതിരായിട്ട് പോലും പ്രതിഭ ജയിച്ചു കയറുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേരെ പോലെ അല്ല പ്രതിഭയെ BJP കാണേണ്ടത്. വന്നു കഴിഞ്ഞാൽ BJPക്ക് ഒരു സീറ്റ് ഉറപ്പാണ് എന്നുള്ളത്. അത് CPMനകത്ത് നിൽക്കുന്നത് കൊണ്ട്, ഒരു CPMകാരി ആയതുകൊണ്ട് മാത്രം ജയിച്ചു കയറിയതാണ്, അതോ പ്രതിഭ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടി കണക്കിലെടുത്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ BJPയിലേക്ക് എത്തിയാൽ പോലും പ്രതിഭയ്ക്കൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? അല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുടെയും സ്ഥിതി പരിശോധിച്ചാൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ക്യാരക്ടർ അതിനുണ്ട്. എന്നുവെച്ചാൽ BJP, കോൺഗ്രസ്, CPM അവരുടെ മുന്നണി, ഇവർക്ക് 3 പേർക്കും ഒരേപോലെ മത്സരിക്കാനായിട്ട് കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഇലക്ട്രോളൽ പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആര് ജയിക്കും? ഇപ്പോൾ തൃശ്ശൂർ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് വെച്ചാൽ, സുരേഷ് ഗോപി അതിക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവം ഇതിനുണ്ട് എന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയതിനേക്കാൾ ഒരു 80,000 വോട്ട് കൂടുതൽ നേടിയാൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ജയിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്പുറത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നാൽ ഒരു 50,000 വോട്ട് കൂടി ജയിക്കാം എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ട് എന്ന് പറയുന്നത് പിടിക്കുക വളരെ ആസൂത്രിതമായിട്ട് പ്രവർത്തിച്ചാൽ സാധ്യമാകുന്നൊരു കാര്യമാണ്. അത് തെളിയിക്കപ്പെട്ടൊരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ നിയോജകമണ്ഡലങ്ങളും മാറുമ്പോഴും അവിടെ വേണമെങ്കിൽ BJPക്ക് വിജയ സാധ്യത എന്ന് പറയുന്നത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വോട്ടുകളുടെ ഷിഫ്റ്റ് മതി. ഒരു 10,000-15,000 വോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിഞ്ഞാൽ ചില നിയമമണ്ഡലങ്ങളിൽ BJP ജയിക്കാം എന്നത് BJPയുടെ കണക്കൂട്ടിലാണ്. അപ്പോൾ അവിടെ കായംകുളത്ത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഭ തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ പ്രതിഭയുടെ വ്യക്തിത്വപരമായിട്ടുള്ള ഒരു സ്വാധീനത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതായിട്ടുള്ള വോട്ടുകളുടെയും ഒരു ഡെൻസിറ്റി ഉണ്ട് ശരിക്കും. ഈ വോട്ട് ഡെൻസിറ്റിയെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിഞ്ഞാൽ BJPക്ക് വേണമെങ്കിൽ കായംകുളത്ത് ജയിക്കാം. ഇങ്ങനെയുള്ള കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രനും അതേപോലെ ഗോപാലകൃഷ്ണനും അതിശക്തമായിട്ട് പ്രതിഭയെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ശ്രമം വിജയത്തിലാകുന്നത് എങ്ങനെയാണ്? അത് CPMനകത്തുള്ള കളികൾ അല്ലെങ്കിൽ CPMനകത്തുള്ള ഗ്രൂപ്പ് പോരാട്ടം, അതിൽ പ്രതിഭ പുറത്തു പോകാത്ത തരത്തിൽ നിൽക്കാവുന്ന ഇടത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവരാകർഷിച്ചാലും പ്രതിഭ പുറത്തു വരണമെന്നില്ല. പക്ഷേ പ്രതിഭയ്ക്ക് അകത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പ്രതിഭയ്ക്ക് തോന്നിയാൽ ആ സമയത്ത് പ്രതിഭ ഇറങ്ങി വരും. കാരണം അങ്ങനെ ആയിരിക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയം. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ഒരാളും എന്ത് ചെയ്യില്ല, തങ്ങളുടെ ഒരു പൊസിഷൻ കളഞ്ഞിട്ട് BJPയിലേക്ക് പോകാൻ തയ്യാറാമായിരുന്നു. ഇപ്പോൾ BJPയിലും കോൺഗ്രസ്സിലും എവിടെ വേണമെങ്കിലും പോകാം എന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം മാറുന്നുണ്ട്. രാഷ്ട്രീയത്തിന് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ പോസിബിലിറ്റി കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരും എപ്പോഴും ഏത് സമയത്തും ഏത് പാർട്ടിയിൽ നിന്നും എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ അറ്റ്മോസ്ഫിയർ എന്ന് നമുക്ക് വിശേഷിക്കാം, അന്തരീക്ഷം, അത് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി സൃഷ്ടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും.